LDF ഭരണം ഇനിയിപ്പോ ഉണ്ടാവുമോ? ഇനിയിപ്പോ LDF ഭരണം ഇനി അതൊരു കാരണം അത്രയ്ക്കും തരത്തിനകത്ത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു മാർഷ് പാർട്ടിക്കാരൻ, എന്നാലും ഞാൻ പറയുന്നത് കാരണം LDF സർക്കാർ അധികാരത്തിൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്നതിന് ശേഷം ഇത്രയും അതപ്പതിച്ച് 35 സീറ്റ് കിട്ടിയത് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ. അത് ആരുകൊണ്ടാണത്? മുഖ്യമന്ത്രി ഒറ്റ ഒരാളാണ്. അയാൾ പറഞ്ഞ കേസ് കെട്ട് കാണാൻ പാടില്ല, എന്നാ വീട്ടിൽ പോയി ചോദിക്കൂ, അതല്ലെങ്കിൽ കടക്ക് പുറത്ത്, ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നതാണ്. അതൊരിക്കലും അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം അത് പറയുന്നുണ്ട്, ആ തെറ്റ് തിരുത്തണം. തെറ്റ് തിരുത്തി കഴിയുമ്പോൾ പുള്ളിയുടെ ആൾക്കാരുണ്ടാവും. അല്ലെ പിണറായി വിജയൻ സഖാവിനെ ഡെമ്മിയായിട്ട് നടത്തിയെന്ന് പുറകെ ഉള്ളവരും ഒരു ഭരണത്തിൽ കൂടാതെ ഉണ്ടാവില്ലേ? ഇപ്പോൾ പിണറായി മാത്രം അല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഏതാ അഭിപ്രായം തന്നെ? അപ്പോൾ പിണറായി മാത്രം ആയിരിക്കുമോ അതില്? അല്ലല്ല, അതില് അതിൻ്റെ താഴോട്ടുള്ള ആൾക്കാരും പുള്ളിയുടെ സിമ്പതിയിലുള്ള ആൾക്കാരും. അപ്പോൾ പേര് വന്നപ്പോൾ സഖാവിന് തന്നെയല്ലേ വന്നോളൂ. അപ്പോൾ അത് തന്നെ ചേട്ടാ അഭിപ്രായം. സർക്കാരിനെ അവഹേളിച്ചുകൊണ്ട് പറയുന്നതല്ല, ഈ നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു നേതാവാണ്. ആ തൊഴിലാളികളുടെ നേതാവ് ഇങ്ങനെ പറയാമോ? നമ്മൾ പറയുമ്പോൾ പുള്ളിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാനൊരു മാർഷ് പാർട്ടിക്കാരനായിട്ടും ഞാനങ്ങനെ പറഞ്ഞല്ലോ എന്ന് പുള്ളിക്ക് തോന്നെടുക്കും. കാരണം ആ തോന്നാതെ അതെൻ്റെ തെറ്റ്, ഞാനായാലും തെറ്റെന്താ വെച്ചാൽ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഏതിന് മുമ്പോട്ട് പോകാം. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം കൂടെ എല്ലാവരും കേട്ടുന്നു. കാരണം ഇത്ര ഒരു കാര്യങ്ങൾ സംസാരിച്ച് കിടക്കുക ഒരു ഓട്ടം വരെ വന്നിട്ട് ചേട്ടാ അത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ എൻ്റെ ക്ഷയിക്കാൻ്റെ ഒരു അഭിപ്രായം എടുക്കാൻ വരാതെ നമ്മൾ സമ്മതിച്ചു വിടണം. കാരണം ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ഓട്ടം വരുമ്പോൾ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് ഒരു റെസ്പെക്റ്റ് കാണിച്ച് മാറ്റി നമ്മൾക്കൊന്നും പറയാനില്ല കേട്ടോ. നല്ല വളരെ അത്രയും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഈ 10-68 വയസ്സായിട്ട് ഞാൻ ഇതും കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാൻ എൻ്റെ വൈഫിന് എനിക്ക് മാത്രം 10,000-3,500 രൂപ ഡെയിലി മരുന്നിന് വേണം, ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ. നമ്മൾ ഇത് ഉരുട്ടിക്കൊണ്ടാണ്. പിന്നെ ഇതിനെ ടാക്സ്, ടെസ്റ്റ്, ഇൻഷുറൻസ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികൾ കണ്ടം ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളെമാരുള്ളവരൊക്കെ കയറെടുക്കാർ പറ്റും. കാരണം LDF സർക്കാർ ഇരുന്നപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത കാര്യം ചെയ്തില്ലെന്ന് പറയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, അത് നല്ല പ്രവൃത്തി ചെയ്തതെല്ലാം മൂടിപ്പോയി. അതാണ് നല്ല പ്രവൃത്തികൾ ചെയ്തതെല്ലാം മൂടി പോയി. അത് കാരണം ഈ ഒരു കാര്യത്തിൽ പോയി. ഇനിയിപ്പോൾ കയറി വരാൻ പാടാ. ഇനിയിപ്പോൾ കയറി വരണമെങ്കിൽ അതിയായ രീതിയിൽ അടിച്ചോട് മുതൽ മേളിൽ വരെ ശരിക്കും കിടന്ന് കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ജനങ്ങളത് നിൽക്കുമോ? ഇന്നത്തെ കാലത്ത് വണ്ടൂത്തിരി കാര്യത്തിലാണ് ആൾക്കാർ പോകുന്നത്. കാരണം ഇന്ന് പ്ലെയിൻ മേളിൽ കൂടി പോകാൻ താഴെ കൂടി വന്നാൽ പോകാൻ പറ്റുവാന്ന് ചോദിക്കാനാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയായി. തീർച്ചയായിട്ടും. പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ സഖാവ് പിണറായി വിജയനല്ലോ, അത് പിന്നെയും കൊണ്ട് ഇരുത്താൻ കാരണം തന്നെ ആയിരിക്കും. സത്യത്തിൽ പറഞ്ഞാൽ പുള്ളി അത് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. അതാണ് എത്രയും നല്ല ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് എന്ത് ഡീസൻ്റായിട്ട് പിരിച്ചതാണ്. ആ കോവിഡ് സമയത്ത് അവരന്മാർ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യാണ്ട് ഈ കേരളത്തിൽ ഇനി ഒരു കുഞ്ഞ് കോൺഗ്രസിന് മാർക്സ് പാർട്ടി വരികയാണ്. അവരെ ചെയ്യുമ്പോൾ തഴഞ്ഞെന്ന് പറയുന്നത് നമുക്ക് സങ്കടമാണ്. കാരണം എല്ലാ ഹോസ്പിറ്റലുകളിലും അവർ ഈ കോവിഡ് സമയത്ത് കയറി ഇറങ്ങി നടന്ന് എല്ലാ കാര്യം ചെയ്ത് അവർ സ്ത്രീയായിട്ട് പോലും അവർ ഏത് പാരാത്രിയും വരുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ വൈക്കത്താഴ്ചയിൽ ഞങ്ങൾക്ക് അതിനോട് അവർക്ക് സന്തോഷമുണ്ട്. അവരാണ് ഈ മണ്ഡലത്തേക്കാണെങ്കിൽ ഞാനൊക്കെ അവരുടെ ഒപ്പം പ്രവർത്തിക്കാനായിട്ട് പോകും. പക്ഷേ അത് ഒരു പ്രശ്നമായി പോയല്ലോ. അത് പ്രശ്നമായിപ്പോയി. അതൊക്കെ മുഖ്യമന്ത്രിയുടെ കഴിവുറവാണ് അതൊക്കെ കാണിക്കേണ്ടത്. കാര്യം ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് മാർഷ് പാർട്ടി വരാൻ അവർക്കുള്ളൊരു കഴിവ് അത്രയ്ക്ക് നല്ലൊരു മേഡമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒറ്റ അവസാനത്തെ ചോദ്യം, ചേട്ടൻ്റെ ഇപ്പോഴത്തെ നിലപാട് ചേട്ടൻ പറഞ്ഞു കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ LDF ഭരണം ഉണ്ടാവില്ലെന്ന് തീർത്ത് പറയാൻ പറ്റുമോ? തീർത്ത് പറയാൻ പറ്റും. ഇനി ഒരു 10 വർഷത്തേക്കൊന്നും നോക്കണ്ട, അതൊന്നും നോക്കണം. കലക്കി വിട്ട് കളഞ്ഞു പുള്ളി തന്നെ കളി. ഇനി അതൊന്ന് തെളിഞ്ഞു പറഞ്ഞു അത്രേ ഉള്ളൂ. തെളിഞ്ഞു പറഞ്ഞാൽ പുള്ളിനെ കൊണ്ട് പറ്റില്ല. പുള്ളി ഏജവറായിട്ടുണ്ട്. പുള്ളി അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പുള്ളിയുടെ കാലത്തോടെ ഈ മാർഷ് പാർട്ടി തീർന്നു പോകണം. അതാണ് പുള്ളിയുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പുള്ളി അത് പെരുമാറിയിരിക്കുന്നത്. എനിക്ക് തോന്നി അങ്ങനെയാണ്. ചിലപ്പോൾ മറിച്ച് വരാനില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കളഞ്ഞതിൽ നമുക്ക് മാനസികമായിട്ട് ശരിക്കും ബുദ്ധിമുട്ടായി. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അടിയായിട്ട് പോയിരിക്കുകയാണ്. അത് സങ്കടമായി പോയിരിക്കും. മറ്റുള്ളവരങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇത് കൊണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് മാർഷ് പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്നത് VS-ൻ്റെ ആയിരുന്നു. പിന്നെ EMS അവർ രണ്ടുപേരും വെല്ലാനായിട്ട് അതൊന്നും ഇനി വരാനും വരിപ്പില്ല. അത്രയും നല്ലൊരു പാർട്ടി ആയിരുന്നു. കാരണം ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്നിൽ നിന്നും ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. എങ്കിലും ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞു. കാര്യം പറയും. നാളെ ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ വിഷയമില്ല. അത്രേ ഉള്ളൂ. നല്ല അടിപൊളി അഭിപ്രായം.